എന്നെ വീട്ടിൽ കൊണ്ടുവിടുക ഇത് വെച്ച് ഇത് വൈകുന്നേരം ചേട്ടൻ്റെ വീട് എവിടെയാണ്? വീട്ടിൽ കൊണ്ടുവിടുക. ചേട്ടൻ്റെ വീട് എവിടെയാണ്? വലിയ കുരിശായാലോ അത്. ചേടാ അത് വലിയ മാറനായാലോ അത്. വീട് എവിടെയാണെന്ന് അറിയാനും പാടില്ല. എന്ത് ഭാഷ പറയണേ? അത് വലിയ കഷ്ടായല്ലോ. ഇങ്ങനെ ഓരോ മാരണങ്ങളൊന്നും കേറിക്കോളൂല്ലോ ചേട്ടാ. ചേട്ടാ വണ്ടിയിൽ ഇറങ്ങി. വണ്ടിയിലൊക്കെ ഛർദിക്കില്ല. വണ്ടി ഇറങ്ങ്. നിങ്ങൾ ഇറങ്ങേട്ടാ വണ്ടിയിൽ നിന്ന്. ഇത് വലിയ മാരണായാലോ പിന്നെ. ചേട്ടന്റെ വീടറിയോ? വീടറിയാന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെ ഓരോ മാരണങ്ങളൊന്നും കേറില്ല. എന്നെ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. എന്റെ വീട്ടിൽ എനിക്ക് വീട്ടിൽ പോകണോ? എന്റെ വീട്ടിൽ കൊണ്ടുവിടും. എന്റെ വീട്ടിൽ കൊണ്ടുവിടുക. എന്താണ് എന്ത് പറ്റി? ഇത് നോക്കാനോ മാരണങ്ങളൊന്നും കയറിയേക്കണം. നീ അറിയോ ഇയാളെ? ആ ഇത് നമ്മുടെ ഇക്കല്ലടാ. ഈ പനമ്പതിയാറിന് ചട്ടിക്കച്ചവടം നടത്തണം. അതെ എനിക്കറിയോ ഇയാളെ? ആ പുള്ളിനെ എനിക്കറിയാം. പുള്ളിയുടെ വീട് നെട്ടൂരാണ്. നമ്മുടെ ചെയ്താലിക്കട വീടിൻ്റെ അടുത്താണ് വാടകയ്ക്കാൻ. അതിന്റെ ഇടയ്ക്കാണ് ഓരോ മാരണങ്ങളും ഇങ്ങനെ കയറണത്. ഇത് നല്ല പറ്റാണെന്ന് തോന്നുന്നു. ആ നല്ല പറ്റാണ് തന്നെ പരിപാടി. ആ പുള്ളി ഡെയിലി പരിപാടി കച്ചവടം കഴിഞ്ഞാണ് പരിപാടി. ആ ഞാനൊരു വർഷാപ്പിൽ വന്ന് കുടിച്ച അപ്പം കല്യാണം മാരനായിട്ട് വന്ന് കയറി വാച്ച് കുടിക്കാൻ അങ്ങനെ കാണണേ. വീട്ടിൽ കൊണ്ടുവിടാൻ വന്നിട്ട്. നീ പോണില്ലേ ചേട്ടാ? എനിക്ക് ഒന്ന് വർഷാപ്പിൽ പോണന്നേ. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയൊക്കെയാണ് പറഞ്ഞത്. ഇതെന്ത് ഭാഷയാണ് അത്? എന്റെ വണ്ടിയിലോട്ട് പുള്ളിയുടെ വീട് എനിക്കറിയാം. കൊണ്ടുവന്നല്ലേ? ഞാനൊന്ന് വർഷാപ്പിൽ പോട്ടെ. ഉള്ളി കൊണ്ടാക്കി തരും. ചെരുപ്പ് എടുത്തു തരാം. അതൊക്കെ എന്റെ വീട്ടിൽ പോകും. എന്റെ വീട്ടിൽ കംപ്ലീറ്റ് മാറുന്ന നമ്മുടെ എന്റെ വണ്ടിയിൽ ഛർദിക്കാൻ പോയതല്ലേ? ആ സീറ്റ് മേടിക്ക് കയറിയിരിക്കും. പരിപാടി അതേ പോകുമ്പോ നോക്കിക്കോളാട്ടോ. ഇപ്പൊ തന്നെ നല്ല പറ്റാണ്. കുറച്ച് കാറ്റടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അതെ വാച്ചുന്ന
എടാ വണ്ടിയുടെ ചാവി ഉണ്ടല്ലോ ഉള്ളതില് വണ്ടി നോക്കണേ അത് പുള്ളിയുടെ പോക്കറ്റിലോട്ട് വെച്ചു അല്ലെങ്കിൽ ഇവിടെ ആ സീറ്റ് മേലെ സൈഡിലോട്ട് വെച്ചോ. ആ സീറ്റിന്റെ സൈഡിൽ നോക്കി കേട്ടാ. ഇതൊക്കെ ഇവിടെ കേട്ടാ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. താഴത്തേക്ക് വീട് ഇരുന്നിട്ടാ കുഴപ്പമില്ല. താഴത്തേക്ക് വീണാൽ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. വിട്ടിട്ട് വരാടാ. ആ ശരി, നീ പോയിട്ട് വാ.